സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ഒരു സമിതി അവർ നിയോഗിച്ചു. ആ സമിതിയെ നിയോഗിക്കുന്ന സന്ദർഭത്തിൽ അതൊരു താൽക്കാലിക സംവിധാനമായിട്ടാണ് അവരുദ്ദേശിച്ചത്. പക്ഷേ എങ്ങനെയോ ആ സംവിധാനം സ്ഥിരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടരുകയാണ്. അല്ല, ഈ അവിടെ നടന്ന സംഭവങ്ങളെ നിസ്സാരവൽക്കരിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ബി നിലവറ തുറന്നിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ബി നിലവറ 1997 2011 ഇടയ്ക്ക് 9 തവണ തുറന്നിട്ടുണ്ട്. ഈ ബി നിലവറയിൽ നിന്ന് അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എ നിലവറയിൽ നിന്നും അപൂർവമായിട്ട് കടം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് നിലവറ തുറക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നു. അന്ന് ക്ഷേത്രത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് രാജകുടുംബത്തിനാണ്. രവിവർമ്മ എന്ന രാജാവ് സമർപ്പിച്ച 1604 7 ആണ്, ഇപ്പം കാലം 17-ാം നൂറ്റാണ്ട്, സമർപ്പിച്ചിരുന്ന ഒരു വിഗ്രഹത്തിൻ്റെ പീഠം ബ്ലേഡ് വെച്ച് അറുത്ത നിലയിൽ ഞാൻ നേരിട്ട് കണ്ടു. ഒന്ന് കാഞ്ഞിരങ്ങോട് യക്ഷി അവിടെ ഉണ്ട്. കാഞ്ഞിരങ്കോട് യക്ഷിക്ക് ഈ ബി നിലവറയിൽ മാത്രമേ ആ യക്ഷിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ബി നിലവറ മാത്രമേ ഉള്ളൂ. എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ജീവിക്കണമെങ്കിൽ, കേരളത്തിൽ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം പിൻവലിക്കണമെന്ന് പറഞ്ഞു. നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് അധികം മുഖവരയുടെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. അധ്യാപകനും അതുപോലെ ചരിത്രകാരനും, തിരുവനന്തപുരത്തിൻ്റെ ചരിത്രകാരൻ, ഈ കേരളത്തിൻ്റെ ചരിത്രകാരനായ ശ്രീ പ്രൊഫസർ MG ശശിഭൂഷൺ. സർ, സ്വാഗതം. ഒരുപാട് തവണ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് മുഖാമുഖം. എങ്കിലും ഇപ്പോൾ ഇത് കാണുമ്പോൾ, നമ്മൾ മുമ്പ് കണ്ടപ്പോഴെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വികസനത്തെക്കുറിച്ചും തിരുവനന്തപുരം നഗരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെയാണ് വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വട്ടം നമ്മൾ വീണ്ടും കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളിലായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് വിവാദങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മോഷണങ്ങൾ വാർത്തകളായി വരുന്നു. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഇത്രയധികം സുരക്ഷയുള്ള ഒരു മഹാക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു വൈപരീത്യമായ കാര്യമായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും അവിടുത്തെ ഈ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അങ്ങ് തൃപ്തനാണോ? സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ഒരു സമിതി അവർ നിയോഗിച്ചു. ആ സമിതിയെ നിയോഗിക്കുന്ന സന്ദർഭത്തിൽ അതൊരു താൽക്കാലിക സംവിധാനമായിട്ടാണ് അവരുദ്ദേശിച്ചത്. പക്ഷേ എങ്ങനെയോ ആ സംവിധാനം സ്ഥിരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടരുകയാണ്. ആ സംവിധാനമാണ് ഭരണം നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു സമിതിയാണ് ഇപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ നടത്തുന്നത് പല സ്ഥാപനങ്ങളിലും പല കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ്. അപ്പം അതിനൊരു ഉപദേശക സമിതിയുണ്ട്, അതുകൂടാതെ ഒരു നിർവാഹക സമിതിയുണ്ട്. ആ നിർവാഹക സമിതിയിൽ ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ജില്ലാ കോടതിയിലെ ജഡ്ജിയാണ്. രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രി കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. മൂന്നാമത്തെ പ്രതിനിധി എന്ന് പറയുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണം വളരെ നൂറ്റാണ്ടുകളായിട്ട് നിർവഹിച്ചിരുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരു അംഗമാണ്. നാലാമത്തെ അംഗം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയാണ്. അഞ്ചാമത്തെ അംഗം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയാണ്. ഇങ്ങനെ 5 പ്രതിനിധികൾ ചേർന്നിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഇപ്പോൾ നോക്കി നടത്തുന്നത്. അവിടെയുള്ള വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ജില്ലാ ജഡ്ജിക്ക്
കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഇത് പഠിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ ഡേ നോക്കാനും ടു ഡേ ആക്ടിവിറ്റീസിൽ ഡേ ടു ഡേ ആയി ഇടപെടാൻ സാധിക്കുകയില്ല. കാരണം തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജിയുടെ കീഴിൽ 60-70 കോടതികളുണ്ട്. ഈ 60-70 കോടതികളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്, അവിടുത്തെ പോരായ്മകൾ നികത്തേണ്ടത് എല്ലാം ജില്ലാ ജഡ്ജിയാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് ജില്ലാ ജഡ്ജി എന്ന് പറയുന്നത് അഹിന്ദു ആയതുകൊണ്ട് അവർക്കല്ല ചുമതല. അതിന് പകരം രണ്ടാമത്തെ ജഡ്ജിയാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ജില്ലാ ജഡ്ജിയുടെ ഭാഗത്ത് ഒരു പൂർണ്ണ ശ്രദ്ധ വരാറില്ല. ഞാൻ ആ കാര്യം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി തന്ത്രി കുടുംബത്തിലെ അംഗം എന്ന് പറയുമ്പോൾ, തന്ത്രി കുടുംബത്തിൽ എന്ന് പറയുന്നത് തരണനെല്ലൂർ തന്ത്രി കുടുംബത്തിലെ അംഗമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ വരുന്നത്. അപ്പോൾ തന്ത്രി കുടുംബത്തിലെ അംഗം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ആ കുടുംബത്തിൽ ഒന്നിലേറെ അംഗങ്ങളുണ്ട്. ആ ഒന്നിലേറെ അംഗങ്ങളുടെ തന്നെ വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയും അപൂർവമായിട്ട്, അല്ലെങ്കിൽ താല്പര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. 3, കേരള സംസ്ഥാനം ഭരിക്കുന്നത് നമുക്കറിയാം, ആ പാർട്ടിയും കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ല രാഷ്ട്രീയ വീക്ഷണത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വരച്ചേർച്ചയില്ലാത്ത ഒരു സമിതിയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത്. അതും താൽക്കാലിക ചുമതലയാണ്. അത് താൽക്കാലിക ചുമതലയല്ല, ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിലാണ് തുടങ്ങിയത്. ഈ താൽക്കാലിക സംവിധാനത്തിൽ എങ്ങനെയോ ഒരു സ്ഥിരം സംവിധാനമായി. അല്ല, ഇപ്പോഴും അത് ഒരു പരിധി കഴിയുമ്പോൾ അംഗങ്ങൾ മാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അംഗങ്ങൾ മാറുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധിയും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയെയും അവരെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവർ മാറ്റും. അല്ല, അതിനിങ്ങനെ ഒരു പീരീഡ് ഉണ്ടോ, ഇത്ര സമയം എന്ന്? അങ്ങനെ ഒരു പ്രഖ്യാപിതമായ ഒരു നിയമം, അങ്ങനെ ഒരു പ്രഖ്യാപിതമായ നിയമമില്ല. ഭരണ സമിതിയുടെ കാലയളവിൽ ഇത്ര വർഷത്തെ കൊണ്ടോന്ന് എനിക്കത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, ഇതിൻ്റെ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഒരു താൽക്കാലിക സംവിധാനമായിട്ടായിരുന്നു. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ വന്നു. അപ്പോൾ പല നിർദ്ദേശങ്ങൾ വന്നപ്പോൾ അത് തൽക്കാലം കുറച്ചു കാലം ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സംവിധാനം വന്നു. ആ സംവിധാനത്തിനെ ഒരു സ്ഥിരം സംവിധാനമാക്കണമെന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണപരമായ പാളിച്ചകളെപ്പറ്റി പഠനം നടത്തിയ വിനോദ് റോയ് കമ്മിറ്റിക്ക് ഈ ഇപ്പോഴത്തെ സംവിധാനത്തിൽ അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. സുപ്രീം കോടതി പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച അമിക്കസ് ക്യൂറിക്ക് ഈ സംവിധാനത്തെപ്പറ്റി അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലോട്ട് വരാം. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളാണ് ആ ഒരു തിരുനടയിൽ നിന്ന് മാറാതെ നിൽക്കുന്നത്. മതിലകത്ത് ഓരോ ആഴ്ചയും നമ്മൾ മുഴങ്ങിക്കേൾക്കുന്നത് പുതിയ പുതിയ മോഷണ വാർത്തകളും അത്തരം കാര്യങ്ങളുമാണ്. നമുക്കറിയാം, അതീവ സുരക്ഷ വേണ്ട ഒരു മഹാക്ഷേത്രമാണ്. അവിടെ ക്ഷേത്രത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരം നിവാസികൾക്ക് ഒക്കെ ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഒരു ഉത്കണ്ഠ സ്വാഭാവികമായും അങ്ങേക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു വരുന്ന വാർത്തകൾ പലതും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പം ആ ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടു പോകുന്നു. 1. 2, വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ട്. അതായത് കടിശർക്കര യോഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക കൂട്ടിലാണ്, ഒരു സംയുക്ത മിശ്രിതത്തിലാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. കടുശർക്കര എന്ന് പറയുമ്പോൾ അതിന് കടുകുമായിട്ടും ശർക്കരയുമായിട്ടും ഒരു ബന്ധവുമില്ല. അതൊരു കൂട്ടാണ്. അഷ്ടബന്ധം പോലെയുള്ള ഒരു കുമ്മായ കൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ശംഖ് പൊടിച്ച് ഉണ്ടാക്കുന്ന
കുമ്മായക്കൂട്ട്. ഉം. ആ കുമ്മായക്കൂട്ടിൻ്റെ ഏറ്റവും ഉള്ളിൽ കമ്പി കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറിന് പകരം ഇവിടെ ഔഷധ വൃക്ഷം കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്കെലിറ്റൻ. ആ സ്കെലിറ്റനെ നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാളഗ്രാമം എന്ന് പറയുന്ന ആമണേറ്റ് ഫോസിലാണത്. ആ സാളഗ്രാമം നിറച്ച് അതിൽ ഈ ശംഖു പൊടിച്ച് ഉണ്ടാക്കുന്ന കുമ്മായവും പലതരം പശകൾ ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് ചേരുവകൾ ഉണ്ട ഒരു കൂട്ടിലാണ് ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത്. അതിമനോഹരമാണ്. ഞാൻ എത്രയോ തവണ പോയി തൊഴുത ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നേർത്ത എൻ്റെ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ ശാരീരിക അവയവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങുമാണ്, ഏറ്റവും ഫിനിഷിംഗ് ആണ്. ഇത് മാത്രമല്ല ജീവനുണ്ടെന്ന് നമുക്ക് തോന്നും. ഏറ്റവും എനിക്ക് ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പത്മനാഭസ്വാമിയെ നേരിട്ട് കാണാം, രാവിലെ പോയി തൊഴാൻ കഴിഞ്ഞാൽ. അല്ല, തിരുവനന്തപുരം നിവാസികൾക്ക് ഉൾപ്പെടെ ഞാൻ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം നിവാസികളിൽ പോലും പലരും ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് പോകാത്ത ഹിന്ദുക്കളുണ്ട്. ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നൊരു കാര്യം, അവിടെ വലിയ സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളുമല്ലേ, ഒരു സാധാരണക്കാർക്ക് പോയാൽ പെട്ടെന്ന് തൊഴാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഇവർക്കുള്ളത്. ഇവരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും അത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കണോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ? ഇപ്പോൾ വാസ്തവത്തിൽ പത്മനാഭനെ കാണാനല്ല ആളുകൾ വരുന്നത്, അവിടുത്തെ നിധി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വരുന്നവരും, പിന്നെ ഒരു ടൂറിസ്റ്റിൻ്റെ മനോഭാവത്തോടെ വരുന്നവരും, അതുപോലെ മലയാളികളല്ലാത്ത മറുനാട്ടുകാരായ ആളുകൾ കേരളം സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരം സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പോകേണ്ട ഒരു സ്ഥലമെന്ന നിലയിലുമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവരിൽ ഭക്തന്മാരുണ്ട് തീർച്ചയായിട്ടും, അതുപോലെ കാഴ്ച കാണാൻ വേണ്ടി പോകുന്നവരും ഉണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർക്ക് പത്മനാഭസ്വാമിയോടുള്ള ആ വൈകാരിക ബന്ധം അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടെങ്കിലും പോകാൻ ആഗ്രഹമുള്ളവർ പോയിരിക്കും. അതെ, നമ്മൾ വീണ്ടും ഈ പറഞ്ഞ കാര്യത്തിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ അവിടുത്തെ മോഷണവും മറ്റു കാര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കൃത്യമായി ക്ഷേത്ര ഭരണസമിതി, ഇപ്പോൾ താങ്കൾ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ട്, അവരും ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇത് നടപ്പിലാക്കി എടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് ഓഫീസർ വഴി ആണെന്ന് കേൾക്കുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ധാരാളം പരാതികളാണ് സമീപത്ത് ഉയർന്നു കേൾക്കുന്നത്. അപ്പം ഇത് തമ്മിലും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയാണോ ഇവിടെ നിലനിൽക്കുന്നത്? അല്ല, ഈ അവിടെ നടന്ന സംഭവങ്ങളെ നിസാരവൽക്കരിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ നിസാരവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ല. ഇങ്ങനെ നേരത്തെയും നിസാരവൽക്കരിച്ചിരുന്നു. അങ്ങനെ നേരത്തെയും നിസാരവൽക്കരിച്ചിരുന്നപ്പോഴാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുമ്പുണ്ടായത്. കാരണം മുമ്പാവുമ്പം ഇത് എക്സ്ക്ലൂസീവായിട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. 2011 മുമ്പുള്ള കാര്യം. അന്നും ഈ രാജകുടുംബം എന്ന് പറയുന്ന അവർ മനുഷ്യരല്ലേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് 24 hours ശ്രദ്ധിക്കാനൊന്നും രാജകുടുംബത്തിന് കഴിയില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിക്കും. ആ വിശ്വസ്തരാണെന്ന് അവർ കരുതുന്ന ആളുകൾ വിശ്വസ്തത പുലർത്തുകയില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? തെറ്റുകളുണ്ടാവും. അത്തരം തെറ്റുകളെ നിസാരമാക്കുകയോ, അത്തരം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. എത്രയോ കാര്യങ്ങൾ നമുക്ക് 2011 വരെയുള്ള സംഭവങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം അന്നും ഈ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ് രാജകുടുംബം നിയോഗിച്ചിരുന്നത് അവിടുത്തെ കാര്യങ്ങൾ നടത്താനായിട്ട്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ പരമഭക്തന്മാർ ഇതിനകത്തുണ്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തവർ ആയിരിക്കണം എന്ന് എങ്ങനെയോ ഒരു ധാരണ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന് തന്നെ ഉണ്ടായി.
ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തവർ എല്ലാവരും ഒരുപോലെ ഒന്നും ആവണമെന്നില്ല. ആർമിയിൽ സ്വഭാവ ദൂഷ്യത്തിന് ശിക്ഷണ നടപടികൾ നേരിട്ട ഒരാളെയും ചിലപ്പം ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വന്നിരുന്നു. ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന കാലത്ത് നടക്കാൻ പാടില്ലാത്തത് പലതും നടന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ ഒരു രീതി ഇനി ആവർത്തിക്കരുത് എന്ന ഒരു തീരുമാനത്തോടു കൂടിയാണ് ഈ സുപ്രീം കോടതി ഇതിനകത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയത്. സുപ്രീം കോടതി എടുത്ത ആദ്യത്തെ നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് വരികയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന്. അതിൻ്റെ നിലവറകളിലെ അമൂല്യങ്ങളായ വസ്തുക്കൾ അവിടെ നിന്ന് മോഷണം പോകുന്നു എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് വരുന്നത്. അപ്പോൾ ആ മോഷണം പോകുന്നു എന്ന് പറയുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോടെ പോകുന്നു എന്നല്ല, വളരെ ഒരു ചെറിയ തരത്തിലാണെങ്കിലും ആ മോഷണം പോകുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ആ വെൽത്ത് അസസ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വെൽത്ത് അസസ് ചെയ്യാനായിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വരുന്നു. ആ കമ്മിറ്റി അതിൻ്റെ വെൽത്ത് ഒരു അസസ് ചെയ്യുന്നു. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് $3 ട്രില്യൺ മൂല്യമുള്ള വസ്തുക്കൾ ആ നിലവറകളിൽ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു ഏറ്റവും ആഹ്ലാദകരമായ ആഹ്ലാദിക്കേണ്ട കാര്യം അവിടുത്തെ നിലവറകൾ ട്രെയിൻ ചെയ്ത് പോയിട്ടില്ല, എംപ്റ്റി ആയിട്ടില്ല. അതിൽ ഇപ്പോഴും $3 ട്രില്യൺ അവിടെ ഉണ്ട്. അത് $3 ട്രില്യൺ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു വിശദീകരണം, ഞാനിത് കണ്ടിട്ടുള്ള അടുത്ത ചോദിക്കാൻ വരികയായിരുന്നു. താങ്കൾ അവിടെ ഇറങ്ങി ആ നിലവറകൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ഇനിയും ഒരു നിലവറ തുറക്കാതെ ഉണ്ട്, ഇപ്പോഴും ദുരൂഹമായി ഒരുപാട് മിസ്റ്ററി പറയുന്ന ഒരു ബി നിലവറയാണ്. അപ്പൊ ഇത് രണ്ടിനെ കുറിച്ച് ഒന്ന് പറയാം. ബി നിലവറ തുറന്നിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ബി നിലവറ 1997 2011 ഇടയ്ക്ക് 9 തവണ തുറന്നിട്ടുണ്ട്. ഇത് റെക്കോർഡ്സ് പറയുന്നതാണ്, അല്ലാണ്ട് പിന്നെ ഞാൻ ഊഹിക്കുന്നതോ അല്ലെങ്കിൽ അന്ന് കാലങ്ങളിൽ ഈ നിലവറ തുറക്കുമ്പോൾ രേഖപ്പെടുത്തുമല്ലോ. അതിനകത്ത് ഈ 97 അല്ലെങ്കിൽ ആഫ്റ്റർ ചിത്ര തിരുനാൾ, പിന്നെ ഉത്രാടം തിരുനാൾ, മാർത്താണ്ഡവർമ്മയാണ് രാജകുടുംബത്തിൻ്റെ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ആവുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 11 തവണ ബി നിലവറ തുറന്നതായിട്ട് ടെമ്പിൾ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 തവണ തുറന്നു എന്നുള്ളത് പേന കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 തവണ തുറന്നു എന്ന കാര്യം പെൻസിൽ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ത് പർപ്പസിനാണെന്നുള്ളത് രേഖപ്പെടുത്താറുണ്ടോ? അത് പറയില്ല. അവിടുത്തെ ഇതിൻ്റെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് പോയി തുറക്കാനൊന്നും അല്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നിലവറ തുറക്കാനുള്ള ഒരു സാഹചര്യം എപ്പോഴാണ് വരുന്നത്? പറയാം. ഒന്ന് പ്രധാനമായിട്ട് ഉത്സവങ്ങളുടെ സന്ദർഭത്തിൽ ചില നിലവറകളിൽ ഈ ഉത്സവത്തിന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ട പൂജാപാത്രങ്ങളുണ്ട്. ആ പൂജാപാത്രങ്ങൾ, ഉദാഹരണത്തിന് സ്വർണ്ണ കലശക്കുടങ്ങളുണ്ട് അഭിഷേകത്തിനുള്ളത്. അതുപോലെ അഭിഷേകം എന്ന് പറയുമ്പോൾ മൂലവിഗ്രഹത്തിന് അഭിഷേകം ഇല്ല, ശാളഗ്രാമത്തിലുണ്ടാക്കി ആറാട്ട് വിഗ്രഹത്തിനും അഭിഷേകം വേണ്ട, അത് കടലിൽ ചെയ്തു. അർച്ചനാ ബിംബങ്ങൾക്കാണ് അഭിഷേകം ഉള്ളത്. നമ്മൾ മുന്നേ കാണുന്ന അത് പിന്നെ സാമാന്യം വലിയ വിഗ്രഹമാണ്. നിൽക്കുന്ന രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെയും ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും വിഗ്രഹങ്ങൾക്കാണ് അർച്ചനയുള്ളത്. ആ അർച്ചന എന്ന് പറയുമ്പോൾ പഞ്ചഗവ്യം കൊണ്ടുള്ള അർച്ചനയുണ്ട്, പാലുകൊണ്ടുള്ള പല വസ്തുക്കൾ കൊണ്ടുള്ള അർച്ചനയുണ്ട്. ഇതെല്ലാം സ്വർണ്ണ കലശങ്ങളിലാണ് അതിൻ്റെ ദ്രവ്യം നിറയ്ക്കുന്നത്. അത് ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഈ അഭിഷേകം നടക്കുന്നത്. ഈ അഭിഷേകം നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർണ്ണക്കുടങ്ങൾ ഒരു നിലവറയിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് എടുക്കും. അതുപോലെ പനിനീർ കുപ്പികൾ സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്, അത് ഈ ഉത്സവ സമയത്ത് എടുക്കും. അതുപോലെ വേറൊരു നിലവറയിൽ വാഹനങ്ങളുണ്ട്.
അതായത് അവിടെ പ്രധാനമായിട്ടും 3 പ്രതിഷ്ഠകളാണ് ഉള്ളത്. 3 പ്രതിഷ്ഠകൾ എന്ന് പറയുമ്പോൾ ഒന്ന് പത്മനാഭൻ, ഇരുവശങ്ങളിലായിട്ട് ശ്രീദേവി, ഭൂദേവി. പിന്നെ രണ്ടാമത്തെ പ്രാധാന്യമുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് തിരുവമ്പാടി കൃഷ്ണൻ. മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് നരസിംഹസ്വാമിയുടെ വിഗ്രഹം. ഈ 3 പേരെയും വിവിധ വാഹനങ്ങളിൽ എഴുന്നള്ളിക്കും. എവിടെയാണ്? ഈ പറയുന്ന ശ്രീകോവിലിൻ്റെ ചുറ്റിന് ചെറുചുറ്റ്, ആ ചെറുചുറ്റിന് വെളിയിലായിട്ട് വേറൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ കൂടി എഴുന്നള്ളിക്കും. പലതരം വാഹനങ്ങളുണ്ട്. ഇന്ദിരവാഹനം, കമലവാഹനം, അല്ലെങ്കിൽ പിന്നെ പറങ്കി നാൽക്കാലി എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പേരുകളാണ്. അപ്പോൾ അതൊക്കെ എഴുന്നള്ളിക്കും. ഇതെല്ലാം തന്നെ, ഈ വാഹനങ്ങളെല്ലാം തന്നെ സ്വർണത്തിലുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞവയാണ്. അവയെല്ലാം തിരിച്ച് ഒരു അറയിലേക്ക് റീപ്ലേസ് ചെയ്യും. ഇതുകൂടാതെ ഈ എ നിലവറ, ബി നിലവറ എന്നൊക്കെയുള്ള പേരുകൾ അടുത്ത കാലത്ത് കോടതിയുടെ വ്യവഹാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ശരിക്കും ഇതിന് വേറെ പേരുകളുണ്ട്. എ നിലവറ എന്ന് പറയുന്നത് മഹാഭാരത കോണത്ത് നിലവറ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പണ്ട് മഹാഭാരതം വായിക്കുമായിരുന്നു. മഹാഭാരത പട്ടൻ. പിന്നീട് രാമായണം വായിക്കും. അത് തെക്കുവശത്ത് ആയിട്ടൊരു പ്രത്യേക സ്ഥാനം. അദ്ദേഹത്തിൻ്റെ നോട്ടം നേരെ എത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ എ നിലവറ എന്ന് പറയുന്ന പിന്നെ ഈ ഭാരതക്കോണത്ത് നിലവറ. അതെ. ബി നിലവറയുടെ പേരെന്താന്ന് പറഞ്ഞാൽ ശ്രീഭണ്ഡാര നിലവറ. വാസ്തവത്തിൽ ശ്രീഭണ്ഡാര നിലവറ എന്ന് പറഞ്ഞാൽ ഈ തിരുവിതാംകൂറിന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പതിവില്ല. പക്ഷേ ഒരു കണക്കുണ്ട്. ആ കണക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കമ്മിയായിരിക്കത്തില്ല. വരവിനേക്കാളും എപ്പോഴും ചെലവ് കുറഞ്ഞിരിക്കണം. അപ്പോൾ മിച്ചം അഥവാ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഈ ബി നിലവറയിലേക്ക് പോകും. അന്നത്തെ ബാലൻസ് ഷീറ്റിൽ. എന്നിട്ട് അതെന്താന്ന് വെച്ചാൽ അതിനെടുക്കും. എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അടിയന്തര സാഹചര്യങ്ങളിൽ, അനിവാര്യമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പലിശയ്ക്കും കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നാട്ടിൽ ക്ഷാമം ഉണ്ടായി. അപ്പോൾ ക്ഷാമം ഉണ്ടായ സമയത്ത് ആ ക്ഷാമത്തെ നേരിടാൻ വേണ്ടിയിട്ട് ബി നിലവറയിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ ബി നിലവറ തുറക്കരുതെന്ന് ഒരു നിയമവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമേ വ്യക്തമാക്കിക്കോട്ടെ. ഈ ബി നിലവറയിൽ നിന്ന്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എ നിലവറയിൽ നിന്നും അപൂർവമായിട്ട് കടം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടനാട്ടിൽ ഈ കായൽ നികത്തി കൃഷി ചെയ്യാനായിട്ട് കാവാലൻ കുടുംബത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പണം കൊടുത്തിട്ടുണ്ട്, കടം. അത് രേഖകളുണ്ട്. രേഖയിൽ പറയുകയാണ് ഞാൻ. അതിന് പലിശയുണ്ട്. രാജ രവിവർമ്മയ്ക്ക് ക്യാൻവാസ് വാങ്ങിക്കാനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് പണം കടം കൊടുത്തിട്ടുണ്ട്. പക്ഷെ തിരിച്ചടച്ചു കാണും. തിരിച്ച് പലിശ സഹിതം അടച്ചു കാണും. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, അന്ന് കാലത്ത് ഈ ബാങ്കിങ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത്, രാജഭരണം നിലനിൽക്കുന്ന കാലത്ത് അതൊരു സത്പ്രവൃത്തി ആയിരുന്നില്ലേ ഒരു കണക്കിന്? തീർച്ചയായിട്ടും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മാത്രം കാര്യമല്ല. അല്ല, അതാണ് ഇപ്പൊ ഒരു സംശയം ചോദിക്കാനുള്ളത്. ഞാൻ വ്യക്തമാക്കിക്കോട്ടെ. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലെല്ലാം ഇതുപോലെ നിലവറകൾ ഉണ്ടായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ നിലവറ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ആ നിലവറയിലാണ് അമൂല്യങ്ങളായ പല വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നത്. തിരുമാന്താംകുന്നിലെ നിലവറയുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒന്നുമില്ല, എംറ്റിയാണ്. എങ്കിലും ആ നിലവറ ഞാൻ കണ്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ റിനോവേഷൻസും റിപ്പയേഴ്സും ഒക്കെ നടത്താൻ നേരത്ത് ഒരു ആർക്കിയോളജിക്കൽ എക്സ്പെർട്ടിൻ്റെ, ഒരു ടെമ്പിൾ എക്സ്പെർട്ടിൻ്റെ അഡ്വൈസിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുക. ഞാൻ തിരുമാന്താംകുന്നിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ, തിരുമാന്താംകുന്നിലെ നിലവറ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റുമാനൂരിലെ നിലവറയും ഒരു ഉത്സവത്തിൻ്റെ സന്ദർഭത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അകത്ത് കയറിയിട്ടില്ല. അപ്പോൾ ഇത് മഹാക്ഷേത്രങ്ങളിലെല്ലാം ഇതുപോലെ നിലവറകൾ ഉണ്ട്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത് കുറച്ച് വിപുലമായിട്ടുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒരു നിലവറയേ ഉള്ളൂവെങ്കിൽ ഇവിടെ 3 അല്ല, 4 അല്ല, 5 അല്ല, 8 നിലവറകൾ ഉണ്ടെന്നാണ് ഒരു കണക്ക്. അതല്ലെങ്കിൽ 5 നിലവറകൾ എങ്കിലും ഉണ്ട്.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഈ ഓരോ നിലവറകളിലും ഓരോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിലവറയിൽ സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടികയേക്കാൾ വലുത്. കുറച്ച് കഴിഞ്ഞൂടെ പറഞ്ഞാൽ പണ്ടത്തെ ഒരു ലാറ്ററൈറ്റ് ബ്ലോക്കിൻ്റെ അത്രയുള്ള സ്വർണ്ണക്കട്ടി. ഇതെങ്ങനെ വന്നു എന്നറിയാവോ? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കായംകുളവും കൊല്ലവും തെക്കൻകൂറും വടക്കൻകൂറും ചെമ്പകശ്ശേരിയും ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അവിടെയുള്ള ട്രഷറി എല്ലാം ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആ ട്രഷറി ഇവിടെ സൂക്ഷിച്ചു. എവിടെ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ. അത് സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഒരു കരുതൽ ധനം എന്നുള്ള നിലയിൽ. അതല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ $3 ട്രില്യൺ വന്നത് തിരുവനന്തപുരത്ത് സ്വർണ്ണ ഖനിയൊന്നും ഉണ്ടായില്ല. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ആളുകൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിപ്പോ മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പൂജാ വസ്തുക്കളും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം ഭക്തർ നേർച്ചയായി കൊടുക്കുന്നതാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ പല രീതിയിൽ നമുക്കറിയാം, പണ്ട് ഇവിടെ നടന്നിരുന്ന പല ചടങ്ങുകളുടെ ഭാഗമായിട്ട് പോലും തുലാപുരുഷദാനം അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകളുടെ ഭാഗമായിട്ട് പോലും ഇതിനകത്ത് സ്വർണം വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ജനറേറ്റ് ചെയ്തത് അന്നത്തെ റോയൽ ഫാമിലി തന്നെയാണ്. അതിലൊന്നും ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. ജനറേറ്റ് ചെയ്തെന്നല്ല, ഇതിനെ ഇങ്ങനെ ഒരു മഹാനിധിയാക്കി മാറ്റുന്നതിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിനാണ് പങ്കുവഹിച്ചത്. അപ്പോ ഇപ്പോ അവരൊരു സംശയ കണ്ണോടുകൂടിയാണ് പല കാര്യങ്ങൾക്കും നോക്കുന്നത്. ഈ നിലവറ തുറന്നു എന്ന് പറയുന്നു, അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയ കണ്ണോടുകൂടി ചിലരെങ്കിലും നോക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിയമയുദ്ധം വന്നല്ലോ. ആ നിയമയുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്തെ ആ കേസ് കൊടുത്ത ആളിൻ്റെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വിധിയുണ്ടായി. ഹൈക്കോടതിയിലെ വിധിയിൽ പറയുന്നത് ഇവിടെ പിൽഫറേജ് നടന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംശയം വന്നത്. ആ ഹൈക്കോടതി വിധി ഇനിയും എടുത്തു കളഞ്ഞിട്ടില്ല. പക്ഷെ ഭരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു പുതിയ സംവിധാനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആര്? സുപ്രീം കോടതി. എന്നല്ലാതെ ഹൈക്കോടതി വിധി എന്ന് പറയുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൈക്കോടതി വിധി പാടെ നിരാകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് ആളുകളെ ഇപ്പോഴും കാര്യങ്ങളെ കൂടുതൽ വ്യക്തത, അങ്ങനെയല്ല, കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുന്നു. അവർക്ക് അതിനകത്തൊരു ജിജ്ഞാസയുണ്ട്. അല്ല, അപ്പോഴും ഈ ഭണ്ഡാര നിലവറ ഒരു മിസ്റ്ററിയായി, ഇപ്പോഴും ഒരു നിഗൂഢതയായി നിലനിൽക്കുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ വലിയ വിപത്തുണ്ടാകും എന്ന തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ വരുന്നുണ്ട്. എന്തെങ്കിലും സത്യമുണ്ടോ? അത് ഈ വൈതാളികന്മാരുണ്ടാക്കുന്ന ഒരു പുകമറയാണ്. അപ്പൊ എന്തിനായിരിക്കും ഇവർ പേടിക്കുന്നത്? കൃത്യമായിട്ട് പറയാം. ഇവിടെ ഒരു ആദ്യം ഈ നിലവറകളെ തുറക്കരുതെന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നു. എന്തിനാണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ അപ്പം നിലവറ തുറക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ല, ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് നിലവറ തുറക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നു. അന്ന് ക്ഷേത്രത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് രാജകുടുംബത്തിനാണ്. ഈ രാജകുടുംബം സെലക്ട് ചെയ്ത ജ്യോത്സ്യന്മാർ വന്നു. ആ ജ്യോത്സ്യന്മാർ ഏകകണ്ഠമായിട്ട് പറഞ്ഞു നിലവറ തുറക്കരുതെന്ന്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ ജ്യോത്സ്യന്മാർ പ്രശ്നം വെച്ചതും അവർ ദൈവപ്രശ്നം കൊണ്ടുവച്ചതും എല്ലാം ഈ നിലവറ തുറക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് നേരത്തെ ബ്രീഫിംഗ് കിട്ടി കാണും. ആ ബ്രീഫിംഗ് അനുസരിച്ചാണ് അവർ വന്നത്, സംസാരിച്ചത്. അവർക്കെല്ലാവർക്കും അതിനുള്ള പ്രതിഫലവും വാങ്ങിച്ചിട്ട് അവർ പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്നാൽ വേറെ ചില അപ്രിയമായ കാര്യങ്ങൾ പറഞ്ഞു. അതിനെപ്പറ്റി ഒരു പുറത്തു വന്നില്ല വാർത്തകളിൽ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവാലുവേഷൻ നടന്നത്. ഇവാലുവേഷൻ നടന്ന സമയത്ത് ചില കാര്യങ്ങൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഞാൻ ഈ രാജകുടുംബത്തിൻ്റെ സത്യസന്ധതയിൽ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന ഒരാളാണ്. വിശ്വസിച്ചിരുന്ന എന്ന് പറയുമ്പോൾ ഇപ്പൊ അതിനകത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. വ്യക്തിപരമല്ല. ഇപ്പം വ്യക്തിപരമല്ലെങ്കിലും വിശ്വസിച്ചിരുന്ന ആളിൻ്റെ വിശ്വാസത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണുമല്ലോ. ആ കാരണം ഞാൻ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം.
14-ാം നൂറ്റാണ്ടിൽ സംഗ്രാമധീര രവിവർമ്മ എന്ന മഹാനായ വേണാട് രാജാവ് സമർപ്പിച്ച കൊപ്പറ, വാസ്തവത്തിൽ കോൻ പറയാണ്. കോൻ എന്ന് വെച്ചാൽ രാജാവ്, പറ എന്ന് പറയുമെങ്കിലും അതൊരു വലിയ കലശക്കുടമാണ്. ആ കലശക്കുടത്തിലാണ് രത്നപ്പായസം നിവേദിക്കുന്നത് ഭഗവാന്. ആ രത്നപ്പായസം നിവേദിക്കാനായിട്ടുള്ള വലിയൊരു കുടമാണ് സ്വർണ്ണക്കുടം. ഡബിൾ ചേമ്പേർഡാണ്. അതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ രത്നങ്ങൾ നിറച്ചിരിക്കും. അതിൽ ഈ രത്നങ്ങളുടെയും ഈ സ്വർണത്തിനേക്കാളും വാല്യൂ അതിന്റെ ഒരു ആന്റിക് വാല്യൂ ആണ്. രത്നങ്ങൾക്കും വാല്യൂ ഉണ്ട്. രത്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയില്ല. ആരാ സമർപ്പിച്ചത്? സംഗ്രാമധീരൻ. മധുര കീഴടക്കി കാഞ്ചീപുരം മഠം സ്ഥാപിച്ച സംഗ്രാമധീര രവിവർമ്മ സമർപ്പിച്ച ആ കൊപ്പറ ഇപ്പം ഞാൻ കണ്ടത് 1954 ആ കൊപ്പറയ്ക്ക് പകരം ഉമ്മുടിയാർ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പുതുതായി നിർമ്മിച്ച ഒരു പാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പം അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതങ്ങനെ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഉരുക്കി കളഞ്ഞു എന്നാണ് അതിനെ പുനർനിർമ്മിച്ചു എന്നാണ് എഴുതിയിട്ടുണ്ട്. 1954 പുനർനിർമ്മിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയൊരു കാര്യം, ഓരോ രാജാക്കന്മാരും കുലശേഖര പെരുമാൾ എന്ന് പറയുന്ന പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങുണ്ട്. അതിനകത്ത് പത്മഗർഭത്തിൽ അതുപോലെ ഒരു ഒരു സ്വർണ്ണ പശുവിനകത്ത് കടന്നു പോവുക. ആ സമയത്ത് അവരൊരു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം അവിടെ സമർപ്പിക്കും. എല്ലാ രാജാക്കന്മാരും കുലശേഖര പദവി കിട്ടണമെന്ന് വേണ്ടി ചിത്രതിരുനാൾ കുലശേഖര പദവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. പ്രോഗ്രസീവ് ആയതുകൊണ്ട് മറ്റു പല രാജാക്കന്മാരും കുലശേഖര പെരുമാളാവാൻ വേണ്ടിയിട്ട് ഇത്തരം ചടങ്ങുകൾ ചെയ്തിരുന്നു. അതിൽ രവിവർമ്മ എന്ന രാജാവ് സമർപ്പിച്ച 1604-ലോ 1607-ലോ ആണ്, ഇപ്പം കാലം 17-ാം നൂറ്റാണ്ട്, സമർപ്പിച്ചിരുന്ന ഒരു വിഗ്രഹത്തിൻ്റെ പീഠം ബ്ലേഡ് വെച്ച് അറുത്ത നിലയിൽ ഞാൻ നേരിട്ട് കണ്ടു. നിലവറയ്ക്കകത്ത്. അത് ഇവാലുവേഷൻ ടൈമിനാണ് കണ്ടത്. ഞാൻ വീണ്ടും പറയാം, 1604 അല്ലെങ്കിൽ 1607 ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഇൻസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? രവി സമർപ്പിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറുത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വിഗ്രഹം ഇവിടെ നിന്ന് ആരോ കൊണ്ടുപോയിരിക്കുന്നു. ആരെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറയേണ്ട കാര്യവുമില്ല. എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആരോ കൊണ്ടുപോയിരിക്കുന്നു. ഇത് അന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് ശ്രദ്ധയിലൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഞാൻ ഒരു സംവിധാനത്തിൻ്റെ താൽക്കാലിക ഭാഗമായിട്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ട്. ഇൻവെൻട്രൈസേഷനിൽ ഇക്കാര്യം നോട്ട് ചെയ്തിട്ടുമുണ്ട്. ഞാൻ തികഞ്ഞ ആധികാരികതയോടെ പറയുകയാണ്. അപ്പോൾ ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, $3 ട്രില്യൺ അസറ്റ് അവിടെ ഇപ്പോഴും ബാക്കിയുണ്ട് അല്ലേ? നമുക്കറിയാം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം, എന്തെല്ലാം ആരോപണങ്ങൾ. അപ്പോൾ അതൊക്കെ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി നമുക്ക് ഇപ്പോഴും അഭിമാനിക്കാം. അഭിമാനിക്കാം. ഈ ബി നിലവറ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു മിസ്റ്ററി അതിലില്ല. പിന്നെ എന്താണ് അത് തുറക്കാനൊരു? ഞാൻ പറഞ്ഞില്ലേ, സ്തുതിപാഠകന്മാരായ ആളുകൾ, വൈതാളികന്മാരായ ആളുകൾ, പുതിയ പുതിയ കഥകൾ ആളുകൾ കേട്ടാൽ ഈ പരിഷ്കൃത സമൂഹം പൊട്ടിച്ചിരിക്കും. അത്തരം കഥകളാണ്. ഒന്ന് കാഞ്ഞിരങ്കോടി യക്ഷി അവിടെ ഉണ്ട്. കാഞ്ഞിരങ്കോടി യക്ഷിക്ക് ഈ ബി നിലവറയിൽ മാത്രമേ ആ യക്ഷിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ബി നിലവറ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ യക്ഷിയെ
നമുക്കൊന്ന് ഇൻ്റർവ്യൂ അല്ല, ചെയ്യാം. ഈ ബി നിലവറ തുറന്നാൽ ഒരു പക്ഷെ തുറന്നാൽ ഞെട്ടാൻ പറ്റിയ എന്തെങ്കിലും കാര്യമുണ്ടോ അതിനകത്ത്? അത് തുറന്നു കഴിഞ്ഞേ പറയാൻ പറ്റൂ. ചിലപ്പോൾ ഞെട്ടേണ്ടി വരും. അത് പക്ഷേ ഈ പറഞ്ഞ കാരണം കൊണ്ടൊന്നുമല്ല. കാരണം ഊഹിച്ചുള്ളൂ. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ അവിടുന്ന് ബി നിലവറയിൽ നിന്നാണ് സ്വർണം മാറ്റപ്പെട്ടത് എന്നാണ്. അതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? തെളിവുകളുണ്ട്. ഈ പറയുന്ന അവിടുത്തെ തൂണുകൾ പൊതിയാനും അതുപോലെ ഇടക്കാലത്ത് നടന്ന സ്വർണം കൊണ്ട് പൊതിയാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ബി നിലവറയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അല്ല, അപ്പൊ അത് ക്ഷേത്രത്തിന് വേണ്ടി തന്നെയല്ലേ വിനിയോഗിച്ചിട്ടുള്ളത്? തെറ്റ് പറയാനുണ്ടോ? അങ്ങനെയല്ല, പക്ഷെ കണക്കുകൾ മാച്ച് ചെയ്യുന്നില്ല. കണക്കുകൾ മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് വിനോദ് റായിയാണ്. അപ്പോൾ ഈ കാഞ്ഞിരങ്കോട് യക്ഷിക്ക് അപ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു. അല്ല, ഈ 11 പ്രാവശ്യം തുറന്നപ്പോഴും കാഞ്ഞിരങ്കോട് യക്ഷി സുഖമായിട്ട് പിന്നെ വഴിമാറി കൊടുത്തു. പിന്നെ കേൾക്കുന്ന ഒരു കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കടലുമായിട്ട് ഈ ബി നിലവറയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട്. ബി നിലവറ തുറക്കുകയാണെങ്കിൽ കടൽ വെള്ളം ഇങ്ങ് എരച്ചു വരും. വന്നു കഴിഞ്ഞിട്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും മുങ്ങും എന്ന്. തെറ്റാണ്. അങ്ങനെ ഒരു ഡയറക്റ്റ് ബന്ധം ഈ ഒരു നിലവറയ്ക്കും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. വെറുതെ പറയുന്ന കഥയാണ്. അല്ല, ഒരുപക്ഷെ വേറൊരു കടലിലേക്കൊരു തുരങ്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കോളെ. കടലിലേക്കുള്ള തുരങ്കം എന്ന് പറയുന്നത്, അങ്ങനെ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. അത് കടലിലേക്കല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റിനും പണ്ട് തോടുകളുണ്ടായിരുന്നു. ആ തോടുകൾ വഴി സഞ്ചരിച്ച് പിന്നെ വലിയ തുറയിൽ അന്നൊരു തുറമുഖം ഉണ്ടായിരുന്നു. റെട്ടോറ എന്ന് പറയുന്ന രായർ തുറ എന്ന് പറയുന്ന തുറമുഖം എന്ന് പറയുന്നത് ഇന്നത്തെ വലിയ തുറയാണ്. ആ വലിയ തുറയിലേക്ക് എത്താനുള്ള വഴിയും ഉണ്ടായിരുന്നു. രഹസ്യമാർഗമാണ്, ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ആ വഴി ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെറുതെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഇതിന് ചുറ്റിനും നാഗങ്ങൾ, ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏത് പാമ്പിനാണെങ്കിലും ശ്വസിക്കാൻ ഓക്സിജൻ വേണം. അതെ. അപ്പോൾ ഇവിടെ വിശ്വസിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് പാമ്പാണ്? വെറുതെ പറയുന്ന കഥയാണ്. അപ്പോൾ ബി നിലവറ, ഞാൻ ആവർത്തിക്കുന്നു, തുറന്നിട്ടുണ്ട്, പലതവണ തുറന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പം കേൾക്കുന്ന കഥകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി ഏറ്റവും ഒടുവിൽ ആയിട്ട് വേറൊരു വെർഷൻ കൂടിയുണ്ട്. ഈ ബി നിലവറയ്ക്ക് 2 ചേംബറുണ്ട്. അതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തെ അപ്പർ ചേംബർ തുറന്നിരിക്കാം, ലോവർ ചേംബർ തുറന്നിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ട്. എന്താണ് അതിൻ്റെ ഒരു റെക്കോർഡ്സ് പ്രകാരം ഈ അപ്പർ ചേംബറിനും ലോവർ ചേംബറും ഉണ്ട്. പക്ഷേ ആ അപ്പർ ചേംബറിൻ്റെയും ലോവർ ചേംബറിനും പ്രത്യേകം പൂട്ടും താക്കോലും ഉള്ളതായിട്ട് റെക്കോർഡിൽ പറയുന്നില്ല. ഇതാണ് പ്രത്യേകം താക്കോൽ ഉള്ളതായിട്ട് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ തുറന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമുക്കറിയാൻ വയ്യാത്ത കാര്യം പറയുന്നില്ല. സാഹചര്യങ്ങൾ, നിലവിലുള്ള വസ്തുതകൾ എനിക്ക് അണിനിരത്താനേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ എന്നോട് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ തന്നെ സമീപകാലത്ത് മറ്റ് ചില ചാനലുകളിൽ സംസാരിച്ചിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂസ് കണ്ടിരുന്നു. പക്ഷേ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ആ ഇൻ്റർവ്യൂ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് പിൻവലിക്കപ്പെട്ടു, ഇല്ലേ? ഒത്തിരി ചെറിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ തന്നെ അത് മറന്നു പറഞ്ഞതുകൊണ്ട് ഭീഷണികളുണ്ടായി. എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ജീവിക്കണമെങ്കിൽ, കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം പിൻവലിക്കണമെന്ന് പറഞ്ഞു. സാറിൻ്റെ പ്രസ്താവനകളാണോ? എൻ്റെ ഈ പറയുന്ന ഇൻ്റർവ്യൂസ്. അപ്പം ഞാൻ പറഞ്ഞു, അതിനെ എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. മാത്രമല്ല, ഇത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഒരു ചാനലിന് കൊടുത്തതല്ല, ചാനൽ ആവശ്യപ്പെട്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അവർ ചാനലിനെ സമീപിച്ചു.
അല്ല ഈ ഇന്റർവ്യൂസ് ചാനലുകളാണ് പിൻവലിച്ചത്. അല്ല ഇന്റർവ്യൂ പിൻവലിച്ചതിന് ശേഷം ചാനലുകാരെങ്കിലും സാറിന് പിന്നെ ബന്ധപ്പെട്ടില്ല? ചാനലുകളെ അവർ അപ്പോളജിയും പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഒരു പ്രക്ഷേപണം ചെയ്യാൻ ഇടവന്നതിൽ ഞങ്ങൾക്ക് ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഖേദിക്കുന്നതിന് മുമ്പ് 20 എപ്പിസോഡുകൾ വന്നു. ഈ 20 എപ്പിസോഡുകൾ വന്നു കഴിഞ്ഞിട്ടാണ് അവർക്ക് ഖേദം ഉണ്ടായത്. ഇത് മാത്രമല്ല, ഈ ചോദ്യങ്ങളെ 20 എപ്പിസോഡുകൾക്ക് വേണ്ട ചോദ്യങ്ങൾ അവർ തയ്യാറാക്കിയതാണ്. അതെ അതെ. ആ സമയത്ത് അവർക്ക് ഒരു ഖേദവും ഉണ്ടായില്ലല്ലോ. അങ്ങോട്ട് പോയി പറഞ്ഞതല്ല, അങ്ങോട്ട് ഞാൻ ആവശ്യപ്പെട്ടതല്ലല്ലോ. അപ്പോൾ അത് ആ ചാനലുകൾ വിശദീകരണം പറയേണ്ടതായിരുന്നു. ഇപ്പോഴും ഭീഷണി ഉണ്ടോ? ഞാൻ അതിനെപ്പറ്റി മൗനം. അങ്ങനെ എന്തിനെങ്കിലും ഭയക്കുന്നുണ്ടോ? ഇല്ലില്ല. സത്യത്തിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ഞാനൊരു അടിയുറച്ച ശ്രീപത്മനാഭ വിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്. അല്ല, ഈ ശരിക്കും ഈ ചരിത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എപ്പോഴും അവർ നേരിടുന്ന കുറേ തിരിച്ചടികളുണ്ട്. ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചരിത്രം ആ രീതിയിലേ പറയാവൂ. ചരിത്രത്തെ അവിടെയാണ് ചരിത്രം വളച്ചൊടിയപ്പെടുന്നത്. നമ്മുടെ പല കഥകളും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്കിപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പല ദുരാചാരങ്ങളും ഉണ്ടായത് അത്തരത്തിലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു സമൂഹത്തിന് ഒന്നാകെ വഴിതെറ്റിച്ച് നടത്തുകയല്ലേ ഈ ചരിത്രത്തെ തെറ്റായ വഴിയിലൂടെ നയിക്കുക എന്ന് പറയുമ്പോൾ? അല്ല, പല പ്രവണതകളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരാണ്. ചരിത്രത്തിനെ ആക്രമിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഒരു ചരിത്രകാരനെ ആക്രമിക്കുന്നത്. അതെ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് അത് ഒരു വലിയ വിപത്തും കൂടെയാണ്. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രകാരന്മാരുടെ വായു മൂടിക്കെട്ടിയത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് തെറ്റായ ചരിത്രം പല പാഠപുസ്തകങ്ങളിലും പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടിപ്പു സുൽത്താന്റെ പടയോട്ടവും ബാബറുടെ പടയോട്ടവും ഒക്കെ വലിയ വിപ്ലവമായി ഇവിടെ വാഴ്ത്തപ്പെടുന്നത്, അല്ലേ? അപ്പം ഇനി വരുന്ന ഒരു തലമുറക്കെങ്കിലും ആ ചരിത്രം മാറ്റിയിട്ട് നല്ലൊരു ചരിത്രത്തിലേക്ക്. ചരിത്രത്തിനുള്ള ഒരു വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അതിൻ്റെ വായു മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും താൽക്കാലികമായ വിജയമേ അതിനുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ സത്യം എങ്ങനെയെങ്കിലും പൊന്തി വരും. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചരിത്രത്തിനെ സംസ്കരിക്കുവാനുള്ള ശ്രമം എന്നൊക്കെ എത്രയോ കാലമായിട്ട് നടന്നു. പലപ്പോഴും ഈ ചരിത്രത്തെ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് മൂടുന്നതാണ്. അതെ, അങ്ങനെയുണ്ട്. ഐഡിയോളജിക്കൽ ഒരു പെർസ്പെക്റ്റീവിൽ ചരിത്രത്തിനെ ട്വിസ്റ്റ് ചെയ്യുന്നവരുണ്ട്, പല ഇതുമുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ അവിടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഈ പൂജ, അവിടെ നടക്കുന്ന പൂജാ സമ്പ്രദായങ്ങൾ, ഉത്സവങ്ങൾ, നടത്തിപ്പുകൾ, അത് ഇപ്പോൾ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്? അതിലുള്ളൊരു ജാഗ്രത കാണുന്നില്ല. വളരെ ആത്മാർത്ഥതയുള്ള ശാന്തി പുരോഹിതന്മാരവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരൊന്നും പറയില്ല എങ്കിലും അവരുടെ ചില സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഒരു നാഥനില്ലായ്മ അവിടെയുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാനായിട്ട് ഒരാളവിടെ ഇല്ല. അല്ല, അതിനുവേണ്ടിയാണല്ലോ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? തന്ത്രിയാണ്. തന്ത്രിയും അല്ലല്ലോ. അത് ശ്രദ്ധിക്കേണ്ടത് രാജകുടുംബത്തിലെ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പറാണ്. രാജസ്ഥാനിയൻ എന്ന് പറയുന്നയാൾ. കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ മൂലം തിരുനാൾ രാമവർമ്മ എത്ര ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു വർഷം പോകുന്നുണ്ട്? ഞാൻ പറയില്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഉത്സവത്തിന് പോയിട്ട് വാള് പിടിക്കുകയും അല്ലെങ്കിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആറാട്ട് ദിവസങ്ങളിൽ വാള് പിടിക്കുക എന്നത് മാത്രമല്ല ഈ ക്ഷേത്രസ്ഥാനീയൻ്റെ ഉത്തരവാദിത്തം. പഴയകാല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഒരു ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ പ്രായശ്ചിത്ത പിഴയിടുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ഇല്ല, എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അതൊരു വലിയ തുകയായിരിക്കും, ചെറിയ തുകയൊന്നും ആയിരിക്കത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്ഷേത്രസ്ഥാനീയൻ മംഗലാപുരത്താണ്, തിരുവനന്തപുരത്തെ അല്ല.
ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുമതല നിർവഹണം എന്ന് പറയുന്നത് ഓൺലൈനിൽ കൂടി നിർവഹിക്കാവുന്ന ഒന്നല്ല. അല്ല, വന്ന് നിന്ന് നടത്തിക്കണം. അതെ അതെ. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധക്കുറവ് പല തട്ടുകളിലായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു ചിലർ ഇതിന്റെ ഒരു അപ്രമാദിത്വം ഇപ്പോൾ വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടായിട്ട് ഭാവിക്കുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള അങ്ങനെ എന്താണ് പല കാര്യങ്ങളും നടക്കരുതാത്തത് നടക്കുന്നു ഇല്ലേ. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തത്വമയി കൊണ്ടുവന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി വിവാദം. എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് മൊത്തം അറിയാം. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇതിനെ ഇവർ ഖണ്ഡിക്കാൻ ശ്രമിച്ചത് ഇത് നടന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലാണ്, അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഉത്സവ മഠം എന്നുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് ഇല്ലേ. ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഉത്സവ മഠവും അന്ന് ഇതല്ല എന്ന് സ്ഥാപിക്കാനൊരു ശ്രമമാണ് അവർ നടത്തിയത്. അങ്ങനെ അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് ട്രാൻസ്ഫർ ചെയ്തേക്കണം. ട്രാൻസ്ഫർ ചെയ്ത് അത് ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ട് തന്നെയാണല്ലോ ഇപ്പോഴും റെക്കോർഡ്സിൽ. അതെ. അപ്പോൾ പറയുന്നതിന് ഒരു അടിസ്ഥാനവും ഇല്ല. അത് ചാനലിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു നുണയാണ്. ഇനി രണ്ടാമത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ടെമ്പിൾ റൂൾസ് ഉണ്ട്. ആ ടെമ്പിൾ റൂൾസിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ടെമ്പിൾ റൂൾസിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് നിഷിദ്ധമാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ മതിലകൻ രേഖകളൊക്കെ പരിശോധിച്ചിട്ടുള്ള ഒരാളാണ്. പത്മനാഭസ്വാമിക്ക് കൊടുക്കാനുള്ള നിവേദ്യം അരി കഴുകി അവിടുത്തെ ഒരു അടിച്ചുതളിക്കാരിയല്ല, ഒരു വനിതാ ജീവനക്കാരി കൊണ്ടുപോവുകയാണ്. കാക്ക കൊത്തി. അതിനെപ്പറ്റി പിന്നെ അന്വേഷണമാണ്. എങ്ങനെയാണ് കാക്ക കൊത്താനിടയായത്? അത് ഉപയോഗിച്ചില്ല. കാക്ക ഏത് ഡയറക്ഷനിലാണ് വന്നത്? അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോൾ കാവൽക്കാരൻ അവിടെ വേറൊരു രാജഭരണകാലത്ത് നടന്ന കാര്യമാണ്, പഴയ കാലത്ത് നടന്ന കാര്യമാണ്. അവിടെ നിന്ന കാവൽക്കാരന് ഒരു ജീവനക്കാരിയോട് ശൃംഗരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവരെയൊക്കെ ശിക്ഷിക്കുകയാണ്. അത്രയധികം ശ്രദ്ധ നിവേദ്യത്തിൻ്റെ കാര്യത്തിൽ, അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ചെയ്തിരുന്ന ഒരു മഹാക്ഷേത്രമാണ്. ഇപ്പോൾ അടുത്ത ഒരു മുറജപത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അനന്തപുരി. ഈ വരുന്ന മകരമാസത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ വിളംബരം നടക്കാൻ പോവുകയാണ്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ ഒരു മുറജപം വരാൻ പോകുന്നത്? വളരെയധികം അവിടുത്തെ ചടങ്ങുകളെ കമേഴ്സ്യലാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നു. വളരെ ദുഃഖകരമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വകാര്യ ട്രസ്റ്റ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു. എല്ലാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചെയ്യുന്ന അനീതിയാണ്. ഇപ്പോഴും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകർക്ക്, അന്യദേശക്കാരാണ് കൂടുതലെത്തുന്നത്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഉള്ള ഈ പറഞ്ഞതുപോലെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ക്ഷേത്രത്തിൻ്റെതായ സംവിധാനങ്ങളില്ല. പാർക്കിംഗ് ഗ്രൗണ്ട് ക്ഷേത്രത്തിൻ്റെതായതില്ല. ഇതെല്ലാം പുറത്ത് ആളുകൾക്ക് ഹയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് പാട്ടത്തിനെടുത്തിരിക്കുകയാണ് സ്ഥലങ്ങൾ. ഇതൊക്കെ ഇത്രയും വലിയൊരു മഹാക്ഷേത്രം, തിരുവനന്തപുരം മൊത്തം സ്വത്തായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം, എന്നിട്ടും ഇപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. സ്വന്തമായിട്ടൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല. ഇതൊക്കെ വീണ്ടെടുത്ത് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഭരണസമിതിയും ഈ പത്മനാഭ സേവാ സമിതിയുമെങ്കിലും അല്ലേ അത്യാവശ്യം ഇത് ഒന്ന് നോക്കേണ്ടത്? അല്ല, പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ആ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന് ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് എന്തെങ്കിലും സാമ്പത്തികമായ പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നാണ്. രണ്ടാമത് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റാണ് ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ്. അവരത് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ഏതാണ്ട് 50-നും 100-നും ഇടയ്ക്കുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ആ ക്ഷേത്രഭൂമി വിറ്റു.
അല്ലേ? എത്ര ജ്വല്ലറികളുണ്ട്, അതെ. എത്ര ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ. ഒരു തെരുവ് മുഴുവൻ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പേരിലേക്ക് പോയി. അതെ. ഇപ്പോൾ ഒരു കാലത്ത് സാറ് തന്നെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ഇപ്പോൾ മറ്റുള്ള ദേശങ്ങളിലുള്ള അവരുടെ ഒരു ട്രഷറി ആയിട്ടാണ് ഇത് അതെ സൂക്ഷിച്ചിരുന്നത് ഇവിടെ കൊണ്ടുവന്നു. അതെ. ഇപ്പോൾ ഈ ആ ട്രഷറിക്ക് തന്നെ ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന അവസ്ഥയായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും അനേകായിരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അനേകായിരങ്ങൾ എന്നല്ല, അനേക ലക്ഷങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ താപം, വേദന, അതിനെയൊന്നും അവഗണിച്ചുകൊണ്ട് ഒരു ഭരണസമിതിക്കും അധികം കാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല. നിലവിലെ ഈ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇതിനെ വിശദമായി പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു സജഷൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചെറിയ പോരായ്മകളെ നമ്മൾ അവഗണിക്കരുത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനും ഈ പത്മനാഭസ്വാമി ക്ഷേത്രം നൽകുന്ന മഹാസാന്ത്വനം തുടർന്നും നിലനിൽക്കുന്നതിന് ഈ ക്ഷേത്രഭരണം ഒരു ഏറ്റവും മാതൃകാപരമായി പോകേണ്ടത് അനിവാര്യമാണ്. അതിന് തീർച്ചയായിട്ടും ഭക്തന്മാരുടെ ജാഗ്രത, അതിലേറെ അതിനകത്തെ ഭരണസമിതി അംഗങ്ങളുടെ ജാഗ്രത ഒക്കെ ആവശ്യമാണ്. നമസ്തേ.